ആയുർവേദം, ഔഷധ സസ്യങ്ങൾ. അമൃത് അല്ലെങ്കിൽ ചിറ്റമൃത്. അമൃത് രണ്ടിനമുണ്ട്, ചിറ്റമൃതും കാട്ടമൃതും. ഇതിൽ ചിറ്റമൃതിനാണ് ഔഷധ ഗുണമുള്ളത്. ഇതിൻ്റെ ഉപയോഗം ശരീരതാപം ക്രമീകരിക്കും. അതുകൊണ്ട് തന്നെ വിഷമജ്വരത്തിന് ചിറ്റമൃത് മികച്ച ഫലം തരും. പ്രമേഹ ശമനത്തിനും അമൃത് ഉത്തമമാണ്. ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ചിറ്റമൃതനെ മഞ്ഞപ്പിത്ത ഹരൌഷധത്തിന്റെ ഗണത്തിലാണ് ആയുർവേദം പരിഗണിക്കാറുള്ളത്. ശിന്നരുഹ, വത്സലധനി, മധുപർണി, അമൃതവല്ലി, അമൃതതലിക, കുണ്ടലലന എന്നിങ്ങനെയാണ് അമൃതിന്റെ സംസ്കൃത നാമങ്ങൾ. ഹാർഡ് ലീവ്ഡ് മൂൺസീഡ് എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് നാമം. മെനിസ്പെർമസി എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് അമൃത്. ഇതിന്റെ ശാസ്ത്രീയ നാമം ടൈനോസ്ക്രോ കോഡിയാഫിലിമിയാസ് എന്നാണ്. അമൃത് നാട്ടിൽ വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. ഉഷ്ണമേഖലാ വനങ്ങളിലും ഇത് ആവശ്യം പോലെ വളരുന്നു. വൻവൃക്ഷങ്ങളിൽ ചുറ്റിപ്പിണഞ്ഞ് വളഞ്ഞു കിടക്കുന്ന ആരോഗ്യ ഹിസ്യമാണ് അമൃത്. ഇതിന്റെ വള്ളികൾക്ക് വെളുപ്പും പച്ചയും കലർന്ന ചാരനിറമാണുള്ളത്. അമൃതിന്റെ പൂക്കൾ ചെറുതും പച്ച കലർന്ന മഞ്ഞ നിറമുള്ളതുമായി കണ്ടുവരുന്നു. തണ്ടിന്റെ തൊലി ചുരണ്ടിക്കളഞ്ഞാൽ അകം പച്ച നിറത്തിൽ പശയുമുള്ളതായി കാണപ്പെടും. തണ്ടു പറിച്ചു നട്ടാണ് അമൃത് വളർത്തിയെടുക്കുന്നത്. അമൃതിന്റെ ഔഷധ യോഗ്യഭാഗമായി വള്ളിയാണ് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നത്. തിക്തം, കടു എന്നിങ്ങനെ രസവും, ഉഷ്ണം, സ്നിഗ്ധം, ലഘു എന്നിങ്ങനെ ഗുണവും, ഉഷ്ണവീര്യവും മധുര വിഭാഗവുമാണ് ആയുർവേദ പ്രകാരം അമൃതിന്റെ രാസാദി ഗുണങ്ങൾ. ഇനി രാസഘടകങ്ങൾ നോക്കിയാൽ ബാർബറിൻ എന്ന ആൽക്കലോയിഡും കയ്പുള്ള ഒരു പദാർത്ഥവും അമൃതിന്റെ തണ്ടിലുണ്ട്. ഔഷധ ഗുണം നമുക്ക് നോക്കാം. രക്തശുദ്ധി, ദഹനശക്തി എന്നിവയ്ക്ക് അമൃത് സഹായിക്കും. ഇതിന്റെ ഉപയോഗം ശരീരതാപം ക്രമീകരിക്കും. ധാതുപുഷ്ടി ഉണ്ടാകുന്നതിന് അമൃത് വിശേഷമാണ്. വാദം, പ്രമേഹം, ചർമ്മരോഗം എന്നിവ അകറ്റും. ഇത് വൃക്കശോധനീയമാണ്. ഔഷധ പ്രയോഗങ്ങൾ നോക്കിയാൽ വൃക്ക രോഗങ്ങൾക്ക് അമൃത് വളരെ വിശേഷമാണ്. അമൃത് ഇടിച്ചു പിഴിഞ്ഞെടുത്ത ചാറ് 15 മില്ലി വീതം പതിവായി രാവിലെയും വൈകിട്ടും കഴിക്കുന്നത് വൃക്ക സംബന്ധമായ അസുഖങ്ങൾ മാറ്റും. പ്രമേഹം ശമിക്കുവാനായി അമൃതിന്റെ നീര്, നെല്ലിക്കയുടെ നീര്, മഞ്ഞൾപ്പൊടി ഇവ മൂന്നും കൂട്ടിച്ചേർത്ത് 10 മില്ലി നിത്യേന രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അമൃതും കൊടുവേലിയും ചേർത്ത് കഷായകളാക്കി ദിവസം 3 നേരം വീതം തുടർച്ചയായി കഴിച്ചാൽ പ്രമേഹത്തിന് ശാന്തി ലഭിക്കും. അമൃത് പനിക്ക് മികച്ച ഫലം നൽകുന്നു. അമൃതിന്റെ നീര് തേൻ ചേർത്ത് രാവിലെയും വൈകിട്ടും ഒരാഴ്ച കഴിച്ചാൽ കടുത്ത പനി മാറിക്കേട്ടു. അമൃതിന്റെ നീര് തേൻ ചേർത്ത് 15 മില്ലി വീതം ദിവസം 2 നേരം തുടർച്ചയായി കഴിക്കുന്നത് രക്തപിത്തം, വാതരക്തം എന്നിവയ്ക്ക് ശമനമുണ്ടാക്കുന്നതിന് വളരെ വിശേഷമാണ്. അമൃതും ത്രിഫലയും സമം ചേർന്ന് കഷായം വെച്ച് 25 മില്ലി വീതം രാവിലെയും വൈകിട്ടും തുടർച്ചയായി കഴിച്ചാൽ പെരുമുട്ടുവാദത്തിന് വളരെ വിശേഷപ്പെട്ട ഫലം നൽകും. മഞ്ഞപ്പിത്തം, കുഷ്ഠരോഗം എന്നിവയ്ക്ക് ശമനമുണ്ടാകുന്നതിന് അമൃതിന്റെ നീര് തേൻ ചേർത്ത് 15 മില്ലി വീതം ദിവസവും 2 നേരം തുടർച്ചയായി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അമൃതിന്റെ കൽക്കവും കഷായവുമാക്കി പാകപ്പെടുത്തിയെടുക്കുന്ന നെയ്യ് സേവിക്കുന്നത് വാതരക്തത്തിന് വിശേഷമായ ഔഷധമാണ്. അമൃത്, കടുക്കാത്തോട്, ചുക്ക് എന്നിവ പ്രത്യേക അനുപാതത്തിലെടുത്ത് കഷായമുണ്ടാക്കി സേവിക്കുന്നത് വാതരക്തത്തിന് നല്ലതാണ്. അമൃതസത്വം 250 മില്ലിഗ്രാം വീതം ദിവസം 3 നേരം തുടർച്ചയായി കഴിച്ചാൽ ശരീരത്തിന്റെ ചൂട് നീറ്റൽ ശമിക്കുന്നതാണ്. ശരീരത്തിന്റെ വിളർച്ച ശമിക്കുന്നത് അമൃതസത്വം 250 മില്ലിഗ്രാം വീതം ദിവസേന 2 നേരം തേനിൽ ചാലിച്ച് തുടർച്ചയായി കഴിക്കണം. അമൃതാരിഷ്ടം, ഗുളിച്യാദിശാഖ കഷായം, അമൃതാദി ചൂർണം, ഗുളിച്യാദി മോദകം തുടങ്ങിയവ ആയുർവേദത്തിൽ ഔഷധങ്ങളിൽ അമൃത് പ്രധാന ചേരുവയാണ്. ചുരുക്കത്തിൽ അമൃത്, അതായത് ടൈനോസ്പോറ കോർഡിഫോളിയ, അതിൻ്റെ ഔഷധ യോഗഭാഗം വള്ളിയാണ്. രക്തശുദ്ധി, ദഹനശക്തി എന്നിവയ്ക്ക് അമൃത് സഹായിക്കും. ഇതിൻ്റെ ഉപയോഗം ശരീര താപം ക്രമീകരിക്കും. ധാതുപുഷ്ടി ഉണ്ടാക്കുന്നതിന് അമൃത് വിശേഷമാണ്. വാദം, പ്രമേഹം, ചർമ്മരോഗം എന്നിവ അകറ്റും. ഇത് വൃക്ക രോഗശമനിയാണ്. മഞ്ഞപ്പിത്ത ഔഷധ ഗുണയുമാണ്.